ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഈസി കുക്ക്. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ്. അപ്പോൾ വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പിയും അതുപോലെ തന്നെ ഈ കേക്കിൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചു വെക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് മൈദയും 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 1 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ആഡ് ചെയ്തിട്ട് നല്ല പോലെ ഒന്ന് സീവ് ചെയ്ത് വെക്കണം. നമ്മളൊരു 3 പ്രാവശ്യം സീവ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് വളരെ കറക്റ്റായിട്ട് തന്നെ എല്ലാ ഇൻഗ്രീഡിയൻസും നല്ല പോലെ മിക്സ് ആവും. ഇനി നമുക്ക് അങ്ങനെ ടൈമില്ല എങ്കിൽ നമ്മൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. നല്ല പോലെ ഒരു പ്രാവശ്യം സീവ് ചെയ്ത് കട്ടകളൊന്നും ഇല്ലാണ്ട് ആക്കിയതിന് ശേഷം മാത്രം നമ്മൾ സീവ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഞാനിവിടെ 1/2 kgയുടെയാണ് ചെയ്യുന്നത്. അപ്പോൾ 1 kgയുടെ റെസിപ്പിയുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ കാണിച്ചത്. അപ്പോൾ ഇനി ഞാൻ അതിൻ്റെ 1/2 കപ്പ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു കേക്ക് തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മൾ 4 മുട്ടയാണ് 1 kg ആണെങ്കിൽ എടുക്കേണ്ടത്. അപ്പോൾ നമ്മളിവിടെ 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസും അതുപോലെ തന്നെ 1/4 കപ്പ് പഞ്ചസാരയും കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ട് ഇത് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമുക്ക് ഈ ഒരു മുട്ട ഫ്ലഫി ആവുന്നതിനനുസരിച്ച് തന്നെ നമുക്ക് നമ്മുടെ കേക്കും നല്ല പോലെ കറക്റ്റായിട്ട് കിട്ടും. പിന്നെ നമ്മൾ ഓവർ ആയിട്ട് മിക്സ് ചെയ്യരുത്. ഇനി ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു 1/2 കപ്പ് ഡ്രൈ ഇൻഗ്രീഡിയൻസ് പതുക്കെ ആഡ് ചെയ്തിട്ട് ഞാൻ ബീറ്റർ വെച്ചിട്ട് ആണ് ഞാൻ ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ ബീറ്റർ വെച്ചിട്ട് അത്രയും എക്സ്പേർട്ട് ആണെങ്കിൽ മാത്രം ചെയ്താൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ സ്പാച്ചുല വെച്ചിട്ട് തന്നെ ചെയ്യാം. അപ്പോൾ സ്പാച്ചുല വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ തന്നെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഇങ്ങനെ ചെയ്താലും നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. പക്ഷേ ഓവർ മിക്സ് ആയി പോയാൽ നമ്മുടെ കേക്ക് ഫ്ലോപ്പായി പോകും. അപ്പോൾ ആ ഒരു ചാൻസ് കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കറക്റ്റായിട്ടും സ്പാച്ചുല വെച്ചിട്ട് തന്നെ ചെയ്താൽ മതി. ഫസ്റ്റ് ബിഗിനേഴ്സൊക്കെ എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ പിന്നെ ഇങ്ങനെ ചെയ്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ കേക്കിൻ്റെ ഈ ഒരു പ്രോസസ്സ് കഴിഞ്ഞ് കിട്ടും. അപ്പോൾ നമ്മൾ ലാസ്റ്റ് നല്ല പോലെ ഓവർ മിക്സ് ആക്കാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ നമ്മൾ സ്പാച്ചുല വെച്ചിട്ട് എല്ലാ ഭാഗവും ഒന്ന് കറക്റ്റാക്കി കൊടുത്തിട്ട് നമ്മുടെ കേക്ക് ടിന്നിലോട്ട് ഇത് നമുക്ക് ആഡ് ചെയ്യാം. ഇനി നമ്മൾ കേക്ക് ടിന്ന് ഒന്നുകിൽ നമ്മൾ ബട്ടർ പേപ്പർ വെച്ചിട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് മൈദയോ കോൺഫ്ലവറോ ഡസ്റ്റ് ചെയ്ത് കൊടുത്താൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഇപ്പം ഞാൻ ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം മൈദ ഡസ്റ്റ് ചെയ്ത് കൊടുത്തേക്കാണ്. അപ്പോൾ നമ്മൾ 1/2 kgയുടെയാണ് ചെയ്യുന്നത്. അപ്പോൾ 1/2 kgയുടെ 5.5 ടിന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ബേക്ക് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു അലുമിനിയം പാത്രം ഗ്യാസ് സ്റ്റോപ്പിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മളൊരു സ്റ്റാൻഡ് ഇറക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിലോട്ട് വേണം നമുക്ക് ഇത് വെച്ച് കൊടുക്കാനായിട്ട്. നമ്മുടെ ഗ്യാസിൻ്റെ ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് ബീറ്റ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമുക്കൊരു 35 or 40 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ ഇത് നല്ലപോലെ ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇതേ കണ്ടോ, നല്ല സ്പഞ്ചി ആയിട്ട് വളരെ ടേസ്റ്റിലാണ് ഈ ഒരു നല്ല പോലെ ചൂടാറിയതിന് ശേഷം വേണം നമ്മൾ ലെയേഴ്സ് ആക്കി എടുക്കാൻ. അപ്പോൾ നമ്മൾ ലെയേഴ്സ് ആക്കുന്ന വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുമ്പത്തെ വീഡിയോ ഞാൻ ചെയ്തത് ലെയേഴ്സ് ആക്കുന്ന വീഡിയോ, അത് കാണാത്തവരുണ്ടെങ്കിൽ എല്ലാവരും പോയിട്ടൊന്ന് കാണുക. പെട്ടെന്ന് തന്നെ ലെയർ ആക്കാവുന്ന നല്ല ഒരു ട്രിക്കാണ് ആ ഒരു വീഡിയോയിലൂടെ ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നമ്മുടെ കേക്കിന് ഡെക്കറേഷൻ ചെയ്യുവാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ കേക്ക് ബോർഡിൽ അല്പം ക്രീം അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് നമ്മൾ ക്രീം അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഒരു ലെയറായിട്ട് നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് ക്രഷ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അതിന് മുകളിൽ വീണ്ടും നമ്മൾ നെക്സ്റ്റ് ലെയർ, അങ്ങനെ എല്ലാ ലെയേഴ്സും നമുക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മളിത് ഫസ്റ്റ് ഒന്ന് ക്രം കോട്ട് ചെയ്യണം. അത് നമ്മൾ ഫൈനൽ ചെയ്യുമ്പോൾ മുകളിലോട്ട് ക്രംസ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഡയറക്റ്റായിട്ട് ചെയ്യാൻ പറ്റാത്തവർ ഒരു 2 hours ഫ്രിഡ്ജിൽ നല്ല പോലെ സെറ്റ് ആവാനായിട്ട് വെച്ചതിന് ശേഷം മാത്രം ഫൈനൽ കോട്ട് ചെയ്യാനായിട്ട് എടുക്കാം.
ഞാൻ എല്ലായ്പ്പോഴും അധികം ഞാൻ ഡയറക്റ്റായിട്ടാണ് ചെയ്യാറ്. ഓവറായിട്ട് ക്രംസ് പൊങ്ങി വരുന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഫ്രിഡ്ജിൽ സെറ്റ് ആവാനായിട്ട് വെക്കാറുള്ളൂ. അല്ലെങ്കിൽ ടൈമിംഗ് വേറെ എന്തെങ്കിലും നമുക്ക് വർക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞാൻ അത് സെറ്റ് ആവാനായിട്ട് വെക്കാറുണ്ട്. അല്ലെങ്കിൽ ഞാൻ ഡയറക്റ്റായിട്ട് ചെയ്യാറ് തന്നെയാണ് പതിവ്. അപ്പോൾ നമ്മൾ നമ്മുടെ ഐസിങ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ താഴ്ഭാഗത്തൊരു ബോർഡർ കൊടുക്കുന്നുണ്ട്. ആ ബോർഡർ നമ്മൾ ചെയ്യുന്നത് 100ൻ്റെ 8 നമ്പർ നോസിൽ വെച്ചിട്ടാണ്. അതുപോലെ തന്നെ ആ നോസിൽ കൊണ്ട് തന്നെ നമ്മുടെ മുകൾ ഭാഗത്തും നമ്മൾ ആ നോസിൽ യൂസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു ഡിസൈനിങ്ങും ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ യൂസ് ചെയ്യുന്നത് 100ൻ്റെ 8 നമ്പർ നോസിലാണ്. ഈ ഒരു നോസിൽ വളരെ നല്ല ഒരു നോസിലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ആ ഒരു ഇത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു ക്ലോസ്ഡ് 5 ഇതളുകളുള്ള ആ ഒരു ക്ലോസ്ഡ് നോസിൽ, ചെറിയ നോസിലാണ്. അതിൻ്റെ നമ്പർ എന്ന് വെച്ചാൽ 100ൻ്റെ നോസിൽ നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ ഒരു 100ൻ്റെ 5 നമ്പർ നോസിലായിരിക്കും അതിന് ബെറ്റർ. അപ്പോൾ അങ്ങനെയുള്ള ഒരു നോസിലാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഈ ഒരു വർക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇങ്ങനെ നമ്മളിങ്ങനെ വരഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ മുകൾ ഭാഗം ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ചോക്ലേറ്റ്സ് വെച്ചിട്ട് നമ്മളിത് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ നല്ല പോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മുഴുവനായിട്ടും നമ്മൾ ചോക്ലേറ്റ്സ് വെച്ചിട്ട് തന്നെയാണ് ഫില്ല് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്തെടുത്ത ആ ഒരു സ്റ്റാറിൻ്റെ ചെറിയ നോസിൽ വെച്ചിട്ട് തന്നെ നമ്മൾ ഈ ഒരു ക്രീമിൻ്റെ കളർ അല്പം മാറ്റിയിട്ട് യെല്ലോ കളറുള്ളത് നമ്മൾ അതിലേക്ക് അല്പം കൂടി വൈറ്റ് ആഡ് ചെയ്തിട്ട് നല്ല പോലെ മിക്സ് ചെയ്ത ആ ഒരു കളറാണിത്. ചോക്ലേറ്റ്സിൻ്റെ അതേ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പോൾ ആ ഒരു നോസിൽ വെച്ചിട്ട് തന്നെ നമ്മൾ ഇതിന് നെക്സ്റ്റ് ഫൈനലായിട്ട് ഒരു കോട്ടിങ്ങും കൂടെ ഇതിന് ലാസ്റ്റായിട്ട് കൊടുക്കുന്നുണ്ട്. കേക്കിൻ്റെ ഒരു ഫിറ്റ്നസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, നല്ല ഒരു വൃത്തിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ബോർഡർ ലാസ്റ്റ് വെച്ചിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കേക്കിന് കാണാൻ നല്ല ഒരു ലുക്കായിരിക്കും. അതിന് നല്ലൊരു എന്താ പറയുക, നല്ല ഒരു ഫിറ്റായിട്ടിരിക്കും നമ്മുടെ കേക്ക്. വളരെ പെർഫെക്റ്റ് ആയിട്ടിരിക്കും കേട്ടോ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ. ക്രംസ് ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ചെതറിപ്പോവാണ്ട് നല്ല രീതിക്ക് തന്നെ നമ്മുടെ നീറ്റായിട്ട് നമ്മുടെ കേക്ക് ഇരിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ താഴ്ഭാഗത്തൊരു ഇത് ചെയ്ത് കൊടുത്തത്. അപ്പോൾ നമ്മുടെ ഈ ഒരു കളർ കോമ്പിനേഷൻ ഇതായതുകൊണ്ട് തന്നെ നമ്മൾ മുകൾ ഭാഗത്തും ഇതുപോലെ ഇതിൻ്റെയൊക്കെ മുകളിൽ ഓരോ ഭാഗം ഇടവിട്ടിട്ട് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഇത്രയും ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ അല്പനേരം ഇത് ഫ്രിഡ്ജിൽ സെറ്റാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. സെറ്റാവാൻ വേണ്ടിയിട്ടല്ല, എനിക്ക് വേറെ അല്പം വർക്കുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം നമ്മൾ ഇതിന് ഫ്ലവേഴ്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഫ്ലവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് 100ൻ്റെ 44 നമ്പർ നോസിൽ ആണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. 44 നമ്പർ നോസിൽ വെച്ചിട്ട് വൈറ്റ് കളർ തന്നെയാണ് നമ്മുടെ ഫ്ലവേഴ്സ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. വൈറ്റ് ഫോറസ്റ്റ് ഒക്കെ ആവുമ്പോൾ നമ്മൾ ഒരു യെല്ലോ കോമ്പിനേഷനാണ്. പക്ഷേ അതിനേക്കാളൊക്കെ ഉപരി നല്ലൊരു വൃത്തി കിട്ടുന്നത്, വൈറ്റ് ഫോറസ്റ്റ് ഒക്കെ ആവുമ്പോൾ നമുക്കൊരു വൃത്തി കിട്ടുന്നത് ഇങ്ങനെയാണ്. അല്ലാത്ത രീതിക്കും നമ്മൾ ചെയ്യാറുണ്ട് കേട്ടോ. ഇതാവുമ്പോൾ നമുക്ക് കാണാനും തന്നെ നല്ല ഒരു ലുക്കായിരിക്കും. കാരണം വൈറ്റ് ഫോറസ്റ്റ് എന്ന് പറയുമ്പോൾ ആ ഒരു കേക്കിൻ്റെ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ റോസസ് എല്ലാം നമ്മൾ വൈറ്റ് കളർ തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഫ്ലവേഴ്സ് നമുക്ക് ഇതുപോലെ പൊട്ടാണ്ട് നമ്മുടെ പെറ്റൽസ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്യുമ്പോൾ നല്ലപോലെ സൂക്ഷിച്ചാൽ മാത്രം മതി. അല്ലാണ്ട് ഒരു കാര്യമില്ല ഇതിനൊന്നും. നമ്മൾ വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്ത് ഒരുപാട് നേരം ഫ്രിഡ്ജിലോ ഫ്രീസറിലോ ഒന്നും സൂക്ഷിക്കരുത്. നമ്മൾ കുറച്ച് ടൈം മാത്രം നമുക്കൊന്ന് സെറ്റ് ആവാനായിട്ട് വെച്ചാൽ മതി. ഒരുപാട് നേരം വെച്ചാലും ഇത്
നമുക്ക് കറക്റ്റായിട്ട് ഫ്ലവേഴ്സ് ചെയ്യാനായിട്ട് പറ്റില്ല. അതുപോലെ തന്നെ നമ്മൾ ഫ്രീസറിൽ ഒരിക്കലും ഇത് വെക്കരുത്. നമ്മൾ വിപ്പ് ചെയ്തതിന് ശേഷം ഒരിക്കലും ഫ്രീസറിൽ വെക്കരുത്. ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ഫ്ലവേഴ്സ് ഒന്നും പെറ്റൽസ് പൊട്ടിപ്പോവാണ്ട് ചെയ്യാൻ പറ്റില്ല. ഇല്ലെങ്കിൽ പിന്നെ നമ്മളത് റൂം ടെമ്പറേച്ചറിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യണം. എങ്കിൽ പോലും അത് പെട്ടെന്ന് തന്നെ റൂം ടെമ്പറേച്ചറിലേക്ക് വന്ന് കുറച്ചല്പം സമയം കഴിഞ്ഞാൽ അത് നമുക്കൊരിക്കലും ആ ഒരു കറക്റ്റ് ഫ്ലവറിൻ്റെ ആ ഒരു രൂപത്തിൽ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റില്ല. അത് ഫ്രീസറിൻ്റെ അത്രയും ആ ഒരു തണുപ്പിൽ നിന്നും നമ്മൾ പുറത്തോട്ട് എടുക്കുമ്പോൾ നമ്മുടെ റൂമിലുള്ള ആ ഒരു ചൂട് കാരണമാണ് നമുക്കത് പറ്റാത്തത്. അപ്പോൾ എല്ലാവരും ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. അപ്പോഴേ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ ഫ്ലവേഴ്സൊക്കെ ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇനി നമുക്ക് ഈ കേക്കിലോട്ട് നെയിമും കൂടെ എഴുതി വെക്കാനേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ ഫോണ്ടൻറ്റിൽ നെയിമൊക്കെ എഴുതി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നെയിമും കൂടെ ഇതിലോട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഈ ഒരു നെയിമിൻ്റെ പീസിന് നമ്മളൊരു ബോർഡർ കൊടുക്കുകയാണ്. അതും ഫോണ്ടൻറ്റ് വെച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ കേക്കിൻ്റെ എല്ലാ ഡെക്കറേഷനും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലും നിങ്ങൾ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ ഓക്കെ, ഇനിയും നല്ല വീഡിയോയുമായി